അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 ബുധനാഴ്ച. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് അയോഗ്യയായി. ഇന്ത്യൻ കായിക പ്രേമികളെ വൻ നിരാശയിലാഴ്ത്തിയാണ് പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ടിന് അനുവദനീയമായ ഭാരപരിധിയേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അയോഗ്യയാക്കിയത്. ഇതോടെ വിനേഷിനെ മത്സരത്തിലെ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തും. ഇന്നലത്തെ മത്സരങ്ങൾക്ക് മുമ്പ് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷിന്റെ ശരീരഭാരം കൃത്യമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടെ വിനേഷിന്റെ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുകയായിരുന്നു. ഇന്നലെ സെമിഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച ശേഷം വിനേഷ് ഫോഗട്ട് ഭാരം 50 കിലോ ആയി നിലനിർത്താനായി രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തിരുന്നു. രാത്രി ഉറങ്ങാതെ സൈക്ലിങ്ങും ജോഗിങ്ങുമെല്ലാം നടത്തിയിട്ടും ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് പരാജയപ്പെടുകയായിരുന്നു. ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിക്കൊണ്ടുള്ള രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷന്റെ തീരുമാനം വരുമ്പോൾ വിനേഷ് ഫോഗട്ട് ആശുപത്രി കിടക്കയിലായിരുന്നുവെന്നാണ് വിവരം. പാരീസ് ഒളിമ്പിക്സിലെ ഉറച്ച മെഡൽ പ്രതീക്ഷയിൽ നിന്ന് രാജ്യത്തിന്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. വിനേഷിനെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും ഭാരം 50 മുതൽ 100 ഗ്രാം വരെ കൂടിയാലും സാധാരണയായി താരങ്ങളെ മത്സരിക്കാൻ അനുവദിക്കാറുണ്ട് എന്നും അമ്മാവനും മുൻ താരവുമായ മഹാവീർ സിംഗ് ഫോഗട്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അതേസമയം ഒരൊറ്റ ദിവസം കൊണ്ട് വിനേഷിന്റെ ഭാരത്തിൽ എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായതെന്നും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യവുമുയർത്തി വിമർശനമുന്നയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കായിക പ്രേമികൾ. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയ്ക്കായി ഫൈനലിൽ മത്സരിക്കാനിരിക്കെ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്കൾ ചാമ്പ്യന്മാരുടെ ഗണത്തിലെ ചാമ്പ്യനാണെന്നും ഇന്ത്യക്കാരുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണെന്നും ഇപ്പോഴത്തെ തിരിച്ചടി വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വയനാട്ടിൽ തിരച്ചിൽ തുടരുന്നതിൽ സൈന്യം അന്തിമ തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വയനാട്ടിൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസമായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ച് ദുരന്തഭൂമിയിലെ ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഉടൻ വാടക വീട് കണ്ടെത്തുമെന്നും ദുരിത ബാധിതർക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്ന് ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റീബിൽഡ് വയനാടിനായി 5 ദിവസത്തെ ശമ്പളം നൽകാം എന്ന സർവീസ് സംഘടനകളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. കൂടുതൽ തുക നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരമുണ്ട്. മേലധികാരിക്ക് സമ്മതപത്രം നൽകുന്നവരുടെ ശമ്പളം സ്പാർക്കിൽ ക്രമീകരണം വരുത്തി ഈടാക്കും. ഒറ്റത്തവണയായോ 3 തവണയായോ നൽകാമെന്നും തീരുമാനമായി. 1000 കോടിയെങ്കിലും പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത്. വയനാട് പുനരധിവാസത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു. UDF MLA മാർ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 413ആയി. തിരിച്ചറിയാത്ത 218 മൃതദേഹം ഇതുവരെ സംസ്കരിച്ചു. പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമി പ്രത്യേക വേലി കെട്ടിത്തിരിച്ച് സ്ഥിരം ശ്മശാന ഭൂമിയാക്കും. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അതോടൊപ്പം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട റേഷൻ കാർഡുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും എല്ലാ ഭിന്നതകളും മറന്ന് വയനാടിനായി ഒരുമിച്ച് നിൽക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. രാഷ്ട്രീയവും മറ്റു ചിന്തകളും മറന്ന് ദുരിതത്തിൽ അകപ്പെട്ടുപോയവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകണമെന്നും 50,000 രൂപയുടെ ചെക്ക് താനും നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കി. 8ാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഉണ്ടാവില്ല. ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കും. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരും. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ജൂൺ മാസത്തിൽ ചേർന്ന സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അപ്രായോഗികമാണെന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ വിമർശനം രാഷ്ട്രീയ പ്രേരണ കൊണ്ടാണെന്ന് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MA ഖാദർ. എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിട്ട് തുല്യത കൊണ്ടുവരണമെന്നും സ്കൂൾ സമയമാറ്റ ശുപാർശ നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിട്ടാൽ ശക്തമായി എതിർക്കുമെന്ന് NSS മുന്നറിയിപ്പ് നൽകി. നിയമ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളുടെ സേവനം മറക്കരുതെന്നും NSS പ്രസ്താവനയിൽ പറഞ്ഞു. മുസ്ലിം ഇതര അംഗങ്ങളെയും വനിതകളെയും വഖഫ് കൗൺസിലിലും ബോർഡുകളിലും ഉൾപ്പെടുത്തണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി വഖഫ് നിയമ ഭേദഗതി ബിൽ വഖഫ് സ്വത്ത് രജിസ്ട്രേഷനായി കേന്ദ്ര പോർട്ടൽ യാഥാർത്ഥ്യമാക്കുന്നതടക്കം 40-ലധികം ഭേദഗതികളുമായാണ് ബിൽ പുറത്തിറങ്ങുന്നത്. ബില്ലിന്റെ പകർപ്പ് MP-മാർക്ക് വിതരണം ചെയ്തു. ഈ ആഴ്ച തന്നെ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 4 പേരും ചികിത്സയിൽ തുടരുന്നു. രോഗലക്ഷണങ്ങളുമായി 2 പേർ നിരീക്ഷണത്തിലുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച നെല്ലിമൂട് സ്വദേശി, നെല്ലിമൂട് സ്വദേശികളായ 3 യുവാക്കൾ, ഒരു പേരൂർക്കട സ്വദേശി എന്നിങ്ങനെ ആകെ 5 പേർക്കാണ് നിലവിൽ ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാന വ്യാപകമായി 21 പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ 50 സ്ഥാപനങ്ങളിലും വീടുകളിലും നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 32.51 കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസമായി ഇവരെ GST ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. താരങ്ങളിൽ നിന്നുള്ളതും വിവാഹങ്ങളുടെയും മേക്കപ്പിലൂടെ ലഭിക്കുന്ന വരുമാനവും മറച്ചുവെച്ചായിരുന്നു നികുതി വെട്ടിപ്പെന്നാണ് വിവരം. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. താജ്മഹലിനുള്ളിൽ വെള്ളക്കുപ്പികൾക്ക് നിരോധനം. സന്ദർശകരും ഗൈഡുമാരും താജ്മഹലിനകത്തേക്ക് വെള്ളക്കുപ്പികൾ കൊണ്ടുവരുന്നത് നിരോധിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിറക്കി. താജ്മഹലിനുള്ളിൽ ജലാഭിഷേകം നടത്തിയതിന് 2 ഹിന്ദു മഹാസഭാ പ്രവർത്തകർ പിടിയിലായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലം ഇന്ത്യ അഭയം നൽകിയേക്കുമെന്ന് സൂചന. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിലാണിത്. ഇതോടെ ഷെയ്ഖ് ഹസീനയെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് വിവരം. ബംഗ്ലാദേശിലെ ധാക്കയിൽ സ്റ്റാർ ഹോട്ടലിനെ പ്രതിഷേധക്കാർ തീവെച്ചതിനെ തുടർന്ന് 24 പേർ വെന്തുമരിച്ചു. 150-ലേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിനു ശേഷവും അക്രമം വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനും വൈകുന്നതിനും കാരണമായ ആഗോള IT പ്രതിസന്ധിയിൽ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്കിനെതിരെ അമേരിക്കയിലെ വിമാന കമ്പനികൾ കോടതിയെ സമീപിച്ചു. അതേസമയം കേസിന് മെറിറ്റ് ഇല്ല എന്നാണ് ക്രൗഡ് സ്ട്രൈക്കിന്റെ വാദം. സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ അപ്ഡേറ്റിലുണ്ടായ പിഴവ് ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള 85 ലക്ഷം മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ ബാധിച്ചിരുന്നു. ഗാസ മുനമ്പ് മേധാവി യഹിയ സിൻവാറിനെ ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാറിനെ തലവനായി തെരഞ്ഞെടുത്തത്. എന്നാൽ പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്ക് ശേഷം ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തതായി ഹമാസിന്റെ സായുധ വിഭാഗം എസദ്ദീൻ അൽ ഖസാം പറഞ്ഞു.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.